CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം നഗരസഭാ സെക്രട്ടറിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വിജിലൻസ് 21.5 ലക്ഷം രൂപ കണ്ടെത്തിയ സംഭവത്തെ ചൊല്ലി അടിയന്തര കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ആരോപണത്തിൽ നിജസ്ഥിതി തെളിയുകയും കുറ്റവിമുക്തനാകുകയും ചെയ്യുന്നതുവരെ സെക്രട്ടറിയെ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം കോൺഗ്രസ് അംഗങ്ങളും BJP അംഗങ്ങളും രംഗത്തെത്തിയതോടെ യോഗം ബഹളത്തിൽ കലാശിച്ചു. നഗരസഭയുടെ അടിയന്തര കൗൺസിൽ യോഗം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കോൺഗ്രസും BJPയും സംയുക്തമായി നടത്തിയ സമരം തികച്ചും ആഭാസകരമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പ്രസ്താവനയിൽ പറഞ്ഞു. സ്ഥലം MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ ഇടപെടൽ. ആഗസ്റ്റ് 15-നകം വടക്കേക്കാട് പഞ്ചായത്ത് ശ്മശാനം പണി പൂർത്തീകരിക്കുമെന്ന് നിർമ്മാണ കമ്പനി കോസ്റ്റ് ഫോർഡ് ഡയറക്ടറുടെ പ്രതിനിധി അറിയിച്ചു. നിർമ്മാണത്തിന്റെ വിവരങ്ങൾ വിലയിരുത്തുന്നതിനായി BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്മശാനം സന്ദർശിച്ചു. ഗുരുവായൂർ നഗരസഭയ്ക്കു കീഴിലുള്ള ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന്റെ ഉപയോഗം സംബന്ധിച്ച് കൗൺസിൽ യോഗത്തിൽ വീണ്ടും തർക്കവും വിവാദവും. നഗരസഭ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നതിനെതിരെ UDF ബഹളം വെച്ച് ഇറങ്ങിപ്പോയി. BJP വിയോജിപ്പ് പ്രകടിപ്പിച്ചു. കടവല്ലൂർ കൊരട്ടിക്കരയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. തിരുവനന്തപുരത്ത് നിന്ന് തലശ്ശേരിയിലേക്ക് പോകുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ കാറിലിടിക്കുകയായിരുന്നു. താൽക്കാലിക അസിസ്റ്റന്റ് എഞ്ചിനീയർ നടത്തിയ അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്ന് പൊന്നേറു പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി LDF അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ചൂണ്ടൽ മേഖലാ സമ്മേളനം നടന്നു. KSKTU ജില്ലാ കമ്മിറ്റി അംഗം PA രമേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടത്തി. സുറൂറെ ആഷിഖിൻ നബിദിനാഘോഷം 2026-നോടനുബന്ധിച്ച് ചമ്മന്നൂർ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റർ പ്രകാശനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം നോർത്ത് യൂണിറ്റ് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന S. ജാനകി അനുസ്മരണം സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വൈദ്യുതി നിയന്ത്രണ നടപടികൾക്കെതിരെ CPM നന്നമുക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂക്കുതല വാരിയർ മൂലയിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധ വെളിച്ചം സംഘടിപ്പിച്ചു. കുന്നംകുളം ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ ലിറ്റററി ക്ലബിന്റെ ഉദ്ഘാടനം നടത്തി. മാധ്യമപ്രവർത്തകനും സഞ്ചാര സാഹിത്യകാരനുമായ അരുൺ എഴുത്തച്ഛൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളിത്തുരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ പ്രകൃതി സംരക്ഷണ ദിനം ആചരിച്ചു. കേച്ചേരി അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള ലിറ്റിൽ കൈറ്റ്സ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രിലിമിനറി ക്യാമ്പ് സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.